ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്യൂണ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ചട്ടി അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന്, ഒത്തിരി വേണ്ട, ശകലം ഒഴിച്ചാൽ മതി. ചൂടായ ശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറിയ കഷ്ണം സവോള, ശകലം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റുക. ഒത്തിരി അങ്ങ് ബ്രൗൺ ആകണ്ട. ഇൻ ബിറ്റ്വീൻ ഉപ്പ് ആഡ് ചെയ്യുക. എഗ്ഗ് നല്ലപോലെ ഇളക്കുക. ശകലം ഒന്ന് പകുതി ഇതാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഒത്തിരി വേണ്ട, ശകലം മതി. അത് എഗ്ഗ് നല്ലപോലെ വഴറ്റുക. ഞാനിവിടുത്തെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല, ഇഞ്ചി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടുത്തെ 2 പാക്കറ്റ് ട്യൂണയാണ്, 2 ടിൻ ട്യൂണയാണ് ഉപയോഗിക്കുന്നത്. അതിനായി ട്യൂണയിലെ ഓയിൽ നല്ലപോലെ കളഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എഗ്ഗ് നല്ലപോലെ അങ്ങ് പൊടിഞ്ഞു പോകാതെ നല്ലപോലെ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിക്കുക. എല്ലാം കൂടെ ജസ്റ്റ് ഒരു ശകലം മുളക് പൊടി ചേർക്കുക. ഓൾറെഡി വിത്ത് പച്ചമുളക് ഉണ്ടയാണ്, എന്നാലും ശകലം ഒരു കളറിന് വേണ്ടി ശകലം ചില്ലി പൗഡർ ആഡ് ചെയ്യുക. നല്ലപോലെ വഴറ്റുക. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തേങ്ങ പൊടി ആഡ് ചെയ്യുക. തോരനാണല്ലോ, അതുകൊണ്ട് തേങ്ങാപ്പൊടി വേണം. തേങ്ങാപ്പൊടി ആവശ്യമുണ്ട്, അപ്പം തേങ്ങാപ്പൊടി ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ എഗ്ഗ് നല്ലപോലെ വഴറ്റുക. ഇളക്കിയിട്ട് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. ഒരു 2-3 മിനിറ്റ് ശേഷം 2 കഷ്ണം പുളി വെള്ളത്തിലിട്ടത് ആഡ് ചെയ്യുക. നമ്മൾ വിത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ശകലം ആ പുളിയിലെ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ പിന്നെ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കുക. ഇത് പെട്ടെന്നാകും, അത് ട്യൂണ അധികം വേവില്ലാത്ത കാരണം പെട്ടെന്നാകുന്ന ഒരു തോരനാണിത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 2-3 മിനിറ്റോളം ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്നുകൂടെ കവർ ചെയ്ത് വെക്കുക, ഒന്ന് സെറ്റാകാൻ വേണ്ടി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കവർ ചെയ്ത് വെക്കുക. ശേഷം നല്ലപോലെ കവർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ട്യൂണ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.